നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനത്തിന് തുടക്കം. രാത്രിയോടെ ബഹ്റൈനിലെത്തി നാളെയാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പ്രവാസി മലയാളി സംഗമം. ബഹ്റൈനിലെ പ്രതിപക്ഷ സംഘടനകൾ പരിപാടി ബഹിഷ്കരിക്കും. ബഹ്റൈൻ ശേഷം ഒമാനിലാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത സന്ദർശനം. ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ പ്രവാസി മലയാളി സംഗമത്തിലാണ് ബഹ്റൈനിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത്. മലയാള മിഷനും ലോക കേരള സഭയും ചേർന്നാണ് സംഘടന നടത്തുന്നത്. ബഹ്റൈനിലെ പ്രതിപക്ഷ സംഘടനകൾ മുഖ്യമന്ത്രിയുടെ സന്ദർശനം ബഹിഷ്കരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ബഹ്റൈനിലെ സന്ദർശനം കഴിഞ്ഞാൽ 24-നും 25-നും ഒമാനിലും സലാലയിലും മുഖ്യമന്ത്രി എത്തും. 30-ന് ഖത്തറിലെത്തും. കുവൈറ്റിൽ അടുത്ത മാസം 7-നും UAEയിൽ 9-നും എത്തും. ഒമാനിൽ 26 വർഷങ്ങൾക്ക് ശേഷമാണ് കേരള മുഖ്യമന്ത്രി എത്തുന്നത്. 26 വർഷങ്ങൾക്ക് ശേഷം എത്തുന്ന മുഖ്യമന്ത്രി വളരെ ആവേശത്തോടു കൂടിയാണ് അവർ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നത്. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് അവിടെ കിട്ടുന്ന ചതി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാക്കളുടെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ബഹിഷ്കരണം തന്നെയാണ്. മുഖ്യമന്ത്രി വരുമ്പോൾ എല്ലാവരും ആവേശത്തോടു കൂടി ആർപ്പ് വിളിച്ച് സ്വീകരിക്കുമെന്ന് കരുതിയെങ്കിലും ഈ ഒരു കരടുകളി അത് വലിയ രീതിയിൽ തന്നെയുണ്ട്. സംഗമത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇവർ പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ട് കറുത്ത കൊടി വീശുകയോ പ്ലക്കാർഡുകൾ ഉയർത്തുകയോ ഒക്കെ ചെയ്യുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് കേരള വിഭാഗം സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ മുഖ്യമന്ത്രി മുഖ്യ അതിഥിയായിരിക്കും. മസ്കത്തിലെ അമിറാത്ത് പാർക്കിൽ ആണ് പരിപാടി നടക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ UAEയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ പ്രതിപക്ഷ സംഘടനകൾക്കുള്ള ആഹ്വാനമായി സന്ദർശനം മാറിയിരുന്നു. മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിൽ പ്രത്യക്ഷ രാഷ്ട്രീയ വിഷയങ്ങൾ ഉണ്ടാവില്ല എങ്കിലും തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുള്ള ഒരുക്കമായി സന്ദർശനം മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ചുരുക്കത്തിൽ പ്രവാസ ലോകത്തും തെരഞ്ഞെടുപ്പ് ചൂട് അടുക്കുകയാണ് എന്ന് സാരം. പ്രവാസ ലോകത്ത് പ്രവാസികൾക്ക് കൃത്യമായി തന്നെ രാഷ്ട്രീയ ബോധ്യമുള്ള, കൃത്യമായി തന്നെ വോട്ട് ചെയ്യാൻ മാത്രം നാട്ടിലേക്ക് എത്തുന്ന പ്രവാസികൾ നിരവധിയായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ നമ്മുടെ മുഖ്യമന്ത്രി നടത്തുന്ന പര്യടനം. കഴിഞ്ഞ ദിവസം തന്നെ പ്രതിപക്ഷ നേതാവ് പര്യടനം നടത്തിയിരുന്നു. അതിലെല്ലാം തന്നെ വളരെ വ്യക്തമായി തന്നെ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ തന്നെ ഈ കാര്യങ്ങൾ നീട്ടിയിരുന്നു. ഒമാനിൽ 26 വർഷത്തിന് ശേഷം എത്തുന്ന മുഖ്യമന്ത്രിയെ കാത്ത് പല സംഭവ വികാസങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോഴും പ്രതിഷേധവും പ്രതിപക്ഷവും ഒക്കെ തന്നെ ഒരു കറുത്ത നിഴലായി മുഖ്യമന്ത്രിയെ വേട്ടയാടുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല.